പ്രിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാത വചനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വേദപുസ്തകത്തിലെ ഗ്രന്ഥങ്ങളുടെ എഴുത്തുകാരെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുകയാൽ അവ ദൈവനിശ്ചയത്താൽ ആണ് എഴുതപ്പെട്ടത്. പരിശുദ്ധനായ പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 33-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ആയതിനാൽ വേദപുസ്തകത്തെ ദൈവവചനം എന്ന് വിളിക്കുന്നു. ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാനവും കേന്ദ്രീകൃതമായ വസ്തുതയും ഒരു വ്യക്തിയാണ്, അതായത് യേശു ക്രിസ്തു. പഴയ നിയമം സഭയ്ക്ക് ആധികാരികമായി തീർന്നത് അത് അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ക്രിസ്തു നമ്മുടെ പിതാക്കന്മാർക്ക് പഴയ നിയമം ഗ്രഹിപ്പാനുള്ള താക്കോൽ ആയി തീർന്നു. പരിശുദ്ധ അഗസ്തീനോസ് പറയുന്നു, പഴയ നിയമത്തിൽ പുതിയത് മറഞ്ഞു കിടക്കുന്നു, പുതിയ നിയമത്തിൽ പഴയത് വ്യക്തമായി തീർന്നു. വേദപുസ്തകം ദൈവീക വെളിപാടിൻ്റെ സാക്ഷിയാണെന്ന് മാത്രമല്ല, അതാണ് ആദ്യത്തെ സാക്ഷി. ഇതത്രേ വേദപുസ്തകത്തിൻ്റെ സവിശേഷ സ്ഥാനം. വേദപുസ്തകം എഴുതിയ കാലഘട്ടം BC 1500-നും AD 100-നും ഇടയിൽ ആയിരിക്കാം എന്ന് കരുതുന്നു. എന്നാൽ BC 7000 മുതലുള്ള ചരിത്ര സംഭവങ്ങൾ നമുക്ക് ഇതിൽ കാണാം. വാമൊഴിയായി പിതാക്കന്മാർ കൈമാറിയത്. നാം ഉപയോഗിക്കുന്ന വേദപുസ്തകം BSI 1910 ആണ് എഴുതപ്പെട്ടത്. അതായത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ 1910 വിവർത്തനം ചെയ്ത പുസ്തകമാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 66 പുസ്തകങ്ങളുണ്ട്. പഴയ നിയമത്തിൽ 39-ഉം പുതിയ നിയമത്തിൽ 27-ഉം അടങ്ങിയിരിക്കുന്നു. ആകെ അധ്യായങ്ങൾ 1189-ഉം വാക്യങ്ങൾ 31,083-ഉം ആണ്. പഴയ നിയമത്തിൽ 929 അധ്യായങ്ങളും 23,131 വാക്യങ്ങളും പുതിയ നിയമത്തിൽ 260 അധ്യായങ്ങളും 7,952 വാക്യങ്ങളും ആണ് ഉള്ളത്. 66 പുസ്തകങ്ങളുടെ തരംതിരിവ് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. പഴയ നിയമം ഇതിനെ 5ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1 പഞ്ചഗ്രന്ഥങ്ങൾ. സഭാ പിതാക്കന്മാരായ തെർത്തുല്യൻ, ഒറിഗൺ എന്നിവരുടെ കാലത്ത് തന്നെ ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള 5 പുസ്തകങ്ങളെ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് വിളിക്കുന്നു. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ചരിത്ര പുസ്തകങ്ങൾ. ഉൽപ്പത്തി മുതൽ എസ്തേർ വരെയുള്ള 17 പുസ്തകങ്ങളെ ചരിത്ര പുസ്തകങ്ങൾ എന്ന് പറയുന്നു. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, യോശുവ, ന്യായാധിപന്മാർ, റൂത്ത്. 1-2 ശമൂവേൽ, 1-2 രാജാക്കന്മാർ, 1-2 ദിനവൃത്താന്തങ്ങൾ, എസ്ര, നെഹമ്യാവ് ആൻഡ് എസ്തേർ. ജ്ഞാനപുസ്തകങ്ങൾ എന്നറിയപ്പെടുന്നത് ഇയ്യോബ് മുതൽ ഉത്തമഗീതം വരെയുള്ള 5 പുസ്തകങ്ങളാണ്. ജ്ഞാനപുസ്തകങ്ങൾ ഇയ്യോബ്, സങ്കീർത്തനങ്ങൾ, സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം. ഇനി അടുത്തത് 4ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് പ്രവചന ഗ്രന്ഥങ്ങളാണ്. 16 പുസ്തകങ്ങളാണ് പ്രവചന ഗ്രന്ഥങ്ങളിലുള്ളത്. യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ, ഹോശേയ, യോവേൽ, ആമോസ്, ഓബദ്യാവ്, യോന, മീഖ, നഹൂം, ഹബക്കൂക്ക്, സെഫന്യാവ്, ഹഗായി, സക്കരിയാവ് ആൻഡ് മലാക്കി. 5ാമത്തേത് ആണ് വിലാപങ്ങൾ. BC 586-ൽ നെബൂഖദ്നേസർ ചക്രവർത്തി യെരുശലേം വീണ്ടും ആക്രമിച്ച് കീഴടക്കി. യുദ്ധത്തിൽ തോറ്റ രാജാവ് സിദെക്കീയാവ് ബന്ധനസ്ഥനായി. കണ്ണുകൾ പൊട്ടിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ യിരെമ്യാ പ്രവാചകൻ യെരുശലേമിൻ്റെ അവസ്ഥ കണ്ട് വിലപിച്ചതാണിത്. നഗരത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും അവസ്ഥ കണ്ട് പ്രവാചകൻ എഴുതിയതാണിത്. ഇനി പുതിയ നിയമത്തിലേക്ക് നോക്കാം. ഇതിനെ 4ആയിട്ട് തിരിച്ചിരിക്കുന്നു. 1 സുവിശേഷങ്ങൾ. ആദ്യത്തെ 4 പുസ്തകങ്ങളെ സുവിശേഷങ്ങളെന്ന് അറിയപ്പെടുന്നു, മത്തായി മുതൽ യോഹന്നാൻ വരെ. ചരിത്ര പുസ്തകങ്ങൾ. ആദ്യത്തെ 5 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളാണ്. ആദ്യത്തെ 4 യേശുക്രിസ്തുവിനെ സംബന്ധിച്ച ചരിത്രവും അപ്പോസ്തല പ്രവൃത്തികൾ സഭയുടെ ചരിത്രവും ആണ്. 3ാമത്തേതാണ് ലേഖനങ്ങൾ. റോമർ മുതലുള്ള 21 പുസ്തകങ്ങൾ ലേഖനങ്ങൾ എന്ന് അറിയപ്പെടുന്നു.
അതായത് റോമർ, 1 കോരിന്ത്യർ, 2 കോരിന്ത്യർ, ഗലാത്യർ, എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, 1 തെസ്സലോനിക്കർ, 2 തെസ്സലോനിക്കർ, 1 തീമോഥെയോസ്, 2 തീമോഥെയോസ്, തീത്തോസ്, ഫിലോമോൻ, എബ്രായർ, യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ ആൻഡ് യൂദ. വെളിപാട് പുസ്തകം, അതായത് 4-മത്തേത് വെളിപാട് സാഹിത്യം എന്ന് അറിയപ്പെടുന്നു. വെളിപാട് പുസ്തകത്തെ വെളിപാട് സാഹിത്യം എന്നാണ് അറിയപ്പെടുന്നത്. വേദപുസ്തകം 40-ൽ പരം ആളുകൾ ചേർന്ന് എഴുതിയെന്ന് കരുതട്ടെ. പഴയ നിയമം എഴുതിയത് 32-ൽ പരം ആൾക്കാർ ചേർന്നാണ്. 1 പഞ്ചഗ്രന്ഥങ്ങൾ മോശ എഴുതി, 2 യോശുവ എഴുതി. യോശുവയുടെ പുസ്തകം ന്യായാധിപന്മാർ എന്ന് പറയുന്നത് ശമൂവേൽ എഴുതി എന്ന് കരുതുന്നു. രൂത്ത് ശമൂവേൽ എഴുതി എന്ന് കരുതുന്നു. 1 ശമൂവേൽ, 2 ശമൂവേൽ, 2ഉം ശമൂവേൽ തന്നെ എഴുതി എന്ന് കരുതുന്നു. 1 രാജാക്കന്മാർ ശീലോന്യനായ അഹിയ യിരെമ്യാവ് ഒരു പ്രവാചക ഗണമോ ഇങ്ങനെ പ്രവാചക ചരിത്രകാരനോ എഴുതിയെന്ന് കരുതുന്നു. 2 രാജാക്കന്മാരെയും അങ്ങനെ തന്നെ കരുതുന്നു. 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, എസ്ര എസ്രയാണ് എഴുതിയെന്ന് കരുതുന്നു. നെഹമ്യാവ് തന്നെ എഴുതിയെന്ന് കരുതട്ടെ. എസ്തേറിൻ്റെ പുസ്തകം എഴുതിയത് മൊർദെഖായി ആണ്. ഇയ്യോബിൻ്റെ പുസ്തകം ഇയ്യോബ് എന്ന് ക്രിസ്തീയ പ്രാരംഭകാലത്ത് വിശ്വസിക്കുന്നു. പ്രവാസത്തിന് ശേഷം ഏതോ യഹൂദൻ എഴുതിയെന്നും കരുതപ്പെടുന്നു. കാരണം ഇയ്യോബ് എഴുതിയത് ആരാണ് എന്ന് കൃത്യമായി വേദപണ്ഡിതന്മാർക്ക് അറിയില്ല. സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് 180 അധ്യായങ്ങളും 2461 വാക്യങ്ങളും ആണ് ഇതിലുള്ളത്. ഇതിനെക്കുറിച്ച് വിശദമായി പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ പറയാം. സദൃശവാക്യങ്ങൾ ശലോമോൻ എഴുതി എന്ന് കരുതുന്നു. മുഴുവനും ശലോമോൻ തന്നെ എഴുതിയതല്ല. 10-ാം അധ്യായം 1-ാം വാക്യം മുതൽ 22-ാം അധ്യായം 16-ാം വാക്യം വരെയാണ് ശലോമോൻ എഴുതിയതായിട്ട് ചരിത്രകാരന്മാർ പറയുന്നത്. സഭാപ്രസംഗി, ഉത്തമഗീതം 2ഉം ശലോമോൻ എഴുതിയതാണ്. യെശയ്യാവ് തന്നെ എഴുതിയതാണ്. യെരമ്യാവ് തന്നെ എഴുതിയതാണ്. പിന്നീട് വിലാപങ്ങളും യെരമ്യാവ് എഴുതിയതാണ്. യഹസ്കേൽ തന്നെ എഴുതി എന്ന് കരുതുന്നു. ദാനിയേൽ തന്നെ എഴുതി. ഓശയ, യോവേൽ, ആമോസ്, ഒബദ്യാവ്, യോന, മീഖ, നഹും, ഹബക്കൂക്ക്, സഫന്യാവ്, ഹക്കായി, സക്കരിയാവ്, മാലാഖി ഇവരൊക്കെയും ആ പേരിൽ ഏത് പേരിൽ ഈ പുസ്തകമോ അവർ തന്നെ എഴുതി എന്ന് കരുതുന്നു. സങ്കീർത്തനങ്ങളിലെ ദാവീദ് 73 സങ്കീർത്തനങ്ങളും കോരഹപുത്രന്മാർ 11 സങ്കീർത്തനങ്ങളും ആസാഫ് 12 സങ്കീർത്തനങ്ങളും ശലോമോൻ 2ഉം ഏതാൻ 1ഉം മോശ 1ഉമാണ് എഴുതിയത്. അതുകൂടാതെ പേരില്ലാത്ത 50 സങ്കീർത്തനങ്ങളും ഉണ്ട്. പുതിയ നിയമം എഴുതിയത് 8 പേര് ചേർന്ന് ആണ്. അതിൽ 4 അപ്പോസ്തലന്മാരും 4 മറ്റുള്ളവരും ആണ് എഴുതിയത്. അപ്പോസ്തലന്മാർ മത്തായി, യോഹന്നാൻ, പത്രോസ്, പൗലോസ്. മറ്റുള്ളവർ മർക്കോസ്, ലൂക്കോസ്, യാക്കോബ്, യൂദ. ഇവർ 2ഉം കർത്താവിൻ്റെ സഹോദരന്മാർ ആയിരുന്നു. പഴയ നിയമം പ്രവചന ഗ്രന്ഥങ്ങൾ 16 പേരിൽ 11 പേര് പ്രവാസത്തിന് മുമ്പുള്ളവരും 2 പേര് പ്രവാസ സമയത്തുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 3 പേർ അതിനുശേഷമുള്ളവരും ആയിരുന്നു. പ്രവാസ സമയത്ത് എഴുതിയവർ യഹസ്കേൽ ആൻഡ് ദാനിയേൽ ആണ്. പ്രവാസത്തിന് ശേഷം എഴുതിയ പ്രവാചകന്മാർ ഹക്കായി, സക്കരിയ, മാലാഖി. 11 പേര് പ്രവാചകന്മാർ പ്രവാസത്തിന് മുമ്പ് ആയിരുന്നവർ ആണ്. യെശയ്യാവ്, യിരെമ്യാവ്, ഓശയ, യോവേൽ, ആമോസ്, ഓബദ്യാവ്, യോന, മീഖ, നഹും, ഹബക്കൂക്ക്, സഫന്യാവ് എന്നിവരാണ് ഇവർ. വേദപുസ്തകം 1500-ൽ പരം ഭാഷകളിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇത്രയും തർജ്ജമ ചെയ്ത വേറെ പുസ്തകങ്ങൾ ഇല്ല എന്നാണ് അറിയപ്പെടുന്നത്. 66 പുസ്തകങ്ങളിൽ കാണുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. 1. ഉൽപ്പത്തി പുസ്തകത്തിൽ
അവൻ സ്ത്രീയുടെ സന്തതിയാണ്. പുറപ്പാട് പുസ്തകത്തിൽ അവൻ പെസഹ കുഞ്ഞാടാണ്. ലേവ്യ പുസ്തകത്തിൽ അവൻ മഹാപുരോഹിതനാണ്. സംഖ്യാപുസ്തകത്തിൽ അവൻ അറക്കപ്പെട്ട കുഞ്ഞാടാണ്. ആവർത്തന പുസ്തകത്തിൽ അവൻ വിശ്വസ്തനായ പ്രവാചകനാണ്. യോശുവയുടെ പുസ്തകത്തിൽ സർവ്വസൈന്യാധിപനാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നീതിയുള്ള ന്യായാധിപനാണ്. രൂത്തിന്റെ പുസ്തകത്തിൽ വിശ്വസ്തനായ വീണ്ടെടുപ്പുകാരനാണ്. 1-2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തങ്ങൾ, 2 ദിനവൃത്താന്തങ്ങൾ, 1 ശമൂവേൽ, 2 ശമൂവേൽ. ഇതിൽ അവൻ ദാവീദിന്റെ സന്തതിയാണ്. എസ്രായുടെ പുസ്തകത്തിൽ അവൻ ശക്തനായ ശാസ്ത്രിയാണ്. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ അവൻ പ്രിയനായ രാജാവാണ്. എസ്തേറിൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ഇടയിലുള്ള മധ്യസ്ഥനാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ വീണ്ടെടുപ്പുകാരനാണ്. സങ്കീർത്തനത്തിൽ ഒരു നല്ല ഇടയനാണ്. സദൃശവാക്യത്തിൽ അവൻ ജ്ഞാനമാണ്. സഭാപ്രസംഗിയിൽ അവൻ ദൈവത്തെ ഓർക്കുന്ന എല്ലാ മതത്തിൻ്റെയും കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്നവനാണ്. ഉത്തമഗീതങ്ങളിൽ അവൻ 10,000-ങ്ങളിൽ സുന്ദരനും ഷാരോനിലെ പനിനീർ പൂവുമാണ്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ അവൻ അത്ഭുതമന്ത്രി, ധീരനാം ദൈവം, നിത്യപിതാവാണ്. യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ അവൻ നമ്മുടെ രക്ഷകനാണ്. വിലാപങ്ങളിൽ അവൻ നമ്മുടെ രക്ഷകനാണ്. യെഹെസ്കേൽ പുസ്തകത്തിൽ അവൻ ദൈവത്തിൻ്റെ മഹത്വമാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ അവൻ തീയുടെ നടുവിൽ 4-മനായി വെളിപ്പെട്ടവൻ ആണ്. സിംഹങ്ങളുടെ വായ അടച്ചവനാണ്. ഓശയുടെ പുസ്തകത്തിൽ അവൻ മടങ്ങിപ്പോയവരെ സ്നേഹിച്ചു തിരികെ കൊണ്ടുവന്നവനാണ്. യോവേലിൻ്റെ പുസ്തകത്തിൽ അവൻ വെട്ടിലും വെട്ടിക്കിളിയും പച്ചപ്പുഴുവും തിന്ന് കളഞ്ഞ സമ്പത്തുകളെ തിരികെ കൊണ്ട് വരുന്നവനാണ്. ആമോസിൻ്റെ പുസ്തകത്തിൽ അവൻ ഭാരങ്ങളെ ചുമന്നവനാണ്. ഓബദ്യാവിൻ്റെ പുസ്തകത്തിൽ അവൻ നമ്മളെ ആശ്വസിപ്പിക്കുന്നവനാണ്. യോനയുടെ പുസ്തകത്തിൽ അവൻ മഹാദയാലുവാണ്. മീഖായുടെ പുസ്തകത്തിൽ അവൻ നമ്മുടെ രക്ഷകനാണ്. നഖൂമിൻ്റെ പുസ്തകത്തിൽ അവൻ ദീർഘക്ഷമയുള്ളവനാണ്. ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ അവൻ വൈകിയ പ്രവചനങ്ങളെ നമ്മിലേക്ക് വലിച്ച് അടുപ്പിക്കുന്നവനാണ്. സഫന്യാവിൻ്റെ പുസ്തകത്തിൽ അവൻ നമ്മുടെ രക്ഷകനാണ്. ഹഗായിയുടെ പുസ്തകത്തിൽ സകല ജാതികളുടെയും മനോഹര വസ്തുവാണ്. സഖര്യാവിൻ്റെ പുസ്തകത്തിൽ അവൻ കൃപയായി വെളിപ്പെടുന്നവനാണ്. മാലാഖയുടെ പുസ്തകത്തിൽ അവൻ നീതിയുടെ സൂര്യനാണ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ അവൻ യഹൂദന്മാരുടെ രാജാവാണ്. മർക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷത്തിൽ അവൻ ദാസനാണ്. ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷത്തിൽ അവൻ മനുഷ്യപുത്രനാണ്. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷത്തിൽ അവൻ ദൈവപുത്രനാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ അവൻ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകരുന്നവനാണ്. റോമറിൽ അവൻ നീതിയാണ്. 1 കോരിന്ത്യർ, 2 കോരിന്ത്യർ അവൻ ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ മനസ്സിൽ തോന്നാത്തത് നമുക്ക് വെളിപ്പെടുത്തി തന്നവനാണ്. ഗലാത്യ ലേഖനത്തിൽ അവൻ എൻ്റെയും നിൻ്റെയും ശാപം മാറ്റിയ സ്വയം ശാപമായി തീർന്നവനാണ്. എഫേസ്യർക്കുള്ള ലേഖനത്തിൽ അവൻ സകലത്തെ നിറയ്ക്കുന്നവൻ്റെ നിറമാണ്. ഫിലിപ്പിയർക്ക് ഉള്ള ലേഖനത്തിൽ അവൻ സന്തോഷമാണ്. കൊലോസ്യർക്കുള്ള ലേഖനത്തിൽ അവൻ പ്രത്യാശയായ ക്രിസ്തുവാണ്. 1-2 തെസ്സലോനിക്കരിൽ അവൻ 1000 ദൂതന്മാരുടെ അകമ്പടിയോടെ വീണ്ടും വരുന്നവനാണ്. 2 തീമോഥെയോസിനുള്ള ലേഖനങ്ങളിൽ അവൻ അക്ഷയജ്ഞാനം നൽകുന്നവനാണ്. തീത്തോസിനുള്ള ലേഖനത്തിൽ അവൻ പ്രതിഫലത്തെ നൽകുന്നവനാണ്. ഫിലോമോന് വേണ്ടിയുള്ള ലേഖനത്തിൽ അവൻ നമ്മുടെ കടങ്ങളെ മാറ്റുന്നവനാണ്. എബ്രായർക്ക് വേണ്ടി എഴുതിയ ലേഖനത്തിൽ അവൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ അവൻ ഒരു ദാനവും തികഞ്ഞ വരങ്ങളും നമ്മുടെ മേൽ പകരുന്നവനാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനവും 2-ാം ലേഖനവും നോക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. യോഹന്നാൻ ശ്ലീഹയുടെ 1-ാം ലേഖനത്തിൽ, 2-ാം ലേഖനത്തിൽ, 3-ാം ലേഖനത്തിലും പറയുന്നത് അവൻ ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ പ്രസ്താവിച്ച ജീവനാണ്. യൂദായുടെ ലേഖനത്തിൽ അവൻ വീഴാത്തവണ്ണം മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവനായി നിർത്തിയവനാണ്. വെളിപാട് സാഹിത്യത്തിൽ അവൻ രാജാതിരാജൻ, കർത്താതികർത്തൻ, സകല ജനവും കാണുകെ മേഘാരൂഢനായി വെളിപ്പെടുന്നവൻ ആണ് എന്നാണ് പറയുന്നത്. ദൈവം നിശ്വാസത്താൽ എഴുതിയതാണ് വേദപുസ്തകം. നാം അത് മനസ്സിലാക്കി ദൈവാശ്രയത്തിൽ ജീവിച്ചാൽ ബാക്കിയുള്ള ജീവിതം
അനുഗ്രഹപ്രദമായിരിക്കും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.